നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനം ബ്രഹ്മസ്ഥാനാണെന്ന് ഞാൻ പറഞ്ഞു. ബ്രഹ്മസ്ഥാനത്ത് നിർമ്മിതികൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. വന്നാൽ പരിഹാരമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇനി വീടിനടുത്ത പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എൻട്രികളാണ്, ഡോറുകളാണ് നോക്കേണ്ടത്. അപ്പോൾ ഡോറുകൾ നമുക്ക് ചെക്ക് ചെയ്ത്, ഡോറുകളും തെറ്റായ സ്ഥാനത്ത് വന്ന വീടിന് ചീത്തയാണ്. പക്ഷെ നമുക്കതിനും പരിഹാരമുണ്ട്, നമുക്കത് കറക്റ്റ് ചെയ്യാം. അതേപോലെ അടുത്ത ഒരു സാധനമാണ്, ഏറ്റവും ഭീകരനായ ഒരു സാധനത്തെ നമ്മൾ പിന്നീട് പരിചയപ്പെടുത്തും. ഒരു വീടിൻ്റെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം, അത് സാധാരണ ഇതിൽ നമ്മുടെ ട്രഡീഷണൽ വാസ്തുവിൽ അവർക്കറിയില്ല, അവർ നോക്കാറില്ലാത്ത സാധനമാണ്. അത് ജിയോപ്പതിക്കൽ സ്ട്രെസ് എന്ന് പറയും. ആ സാധനം നമ്മൾ പുറകെ ഞാൻ പരിചയപ്പെടാം. ഇന്നിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോണ കാര്യം ഡോറിനെ പറ്റിയോ ഡയറക്ഷനെ പറ്റിയോ ഒന്നുമല്ല. തൽക്കാലം പലരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് എങ്ങനെ വീട് പോസിറ്റീവാക്കാം, പോസിറ്റീവാക്കാൻ എന്തെങ്കിലും ടെക്നിക്കുണ്ടോ? വളരെ സിമ്പിൾ കാര്യമേ ഉള്ളൂ. നമുക്ക് ആദ്യം അവിടുത്തെ നെഗറ്റിവിറ്റി ഉണ്ട്, അത് കളയണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓരോ ചെറിയ ബൗളുകൾ എടുത്തിട്ട്, അല്ലെങ്കിൽ ചിരട്ടയാണെങ്കിലും മതി, എടുത്തിട്ട് നമ്മുടെ റോക്ക് സോൾട്ട് അത് എല്ലാ മുറിയിലും വയ്ക്കുക. വെച്ചിട്ട് ആ പിറ്റേ ദിവസം നോക്കുക, അത് അലുക്കുമ്പോൾ എടുത്ത് മാറ്റുക. മിക്കവാറും നെഗറ്റിവിറ്റി ഉള്ളിടത്താണ് പിറ്റേ ദിവസം അത് അലുത്തിരിക്കും. ചിലത് കുറേ ദിവസം നിൽക്കും, കുറേ ദിവസം നിൽക്കുകയാണെങ്കിൽ നെഗറ്റിവിറ്റി കുറവാണെന്ന് മനസ്സിലാക്കുക. ചിലത് അലുക്കത്തേ ഇല്ല. അപ്പോൾ അങ്ങനെ അലുക്കുകയാണെങ്കിൽ ഉടനെ മാറ്റിയിട്ട് അടുത്ത് വയ്ക്കുക. ഇങ്ങനെ കുറച്ച് കഴിയുമ്പം ആ അലുത്ത് പോകുന്നത് താമസിക്കും. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച അങ്ങനെ വരും. അപ്പോൾ ആ നെഗറ്റിവിറ്റി മുഴുവൻ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രയും കാര്യങ്ങൾ ആദ്യമായിട്ടൊന്ന് നെഗറ്റിവിറ്റി മാറ്റുക. ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇങ്ങനെ ബൗളിൽ അല്ലെങ്കിൽ ചിരട്ടയിൽ ഉപ്പ്, കല്ലുപ്പ് വയ്ക്കുക മുറികളിൽ. അത് റോക്ക് സോൾട്ടാണ് ഏറ്റവും നല്ലത്, അത് വയ്ക്കുക. എന്നിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ആ ഉപ്പ്, അലുത്ത ഉപ്പ് ദൂരെ കൊണ്ട് കളഞ്ഞേക്കണം. നിങ്ങളുടെ അവിടെയൊന്നും ഇടരുത്, കാരണം നെഗറ്റിവിറ്റിയാണ്. പിന്നെ അതല്ലെങ്കിൽ കറി വയ്ക്കാൻ എടുക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് കളയുക. എന്നിട്ട് അവിടുത്തെ നെഗറ്റിവിറ്റിയൊക്കെ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം, അവിടെ നമ്മൾ പോസിറ്റീവ് ആക്കണം. പോസിറ്റീവ് ആക്കാൻ ചെയ്യേണ്ട കാര്യം, മയിൽപ്പീലി, നമ്മുടെ മയിൽപ്പീലി എല്ലാ മുറിയിലും വയ്ക്കുക. മയിൽപ്പീലി വെച്ചാൽ ആ മുറി പോസിറ്റീവ് ആവും. ഇത് വെറുതെ ഞാൻ പറഞ്ഞതല്ല, നമുക്ക് പരീക്ഷിച്ച് നോക്കാം. നമ്മൾക്കിപ്പോൾ പരീക്ഷണം നടത്താൻ പോവാണ്. ഞാൻ മയിൽപ്പീലിയുടെ എനർജി സ്കാൻ ചെയ്ത് നിങ്ങളെപ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മൾ മയിൽപ്പീലി ഒന്ന് സ്കാൻ ചെയ്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാൻ പോസിറ്റീവ് എനർജിയിലേക്ക് ഈ സ്കാനറിൻ്റെ എനർജി ഇട്ടിരിക്കുകയാണ്. നമ്മൾ സ്കാൻ ചെയ്യണം. ഇതിൻ്റെ പോസിറ്റീവാണ്, ഇതിൽ മുന്നോട്ട് ചലിക്കൂ. ഇത് ഈ സ്കാനർ ഇത് കണ്ടോ, ഇത് പൂർണ്ണമായും പോസിറ്റീവാണ്. ഇനി വേറൊരു കാര്യങ്ങൾ കാണിച്ചു തരാം. കുറച്ചുകൂടെ ഉയരത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇനി കുറച്ചുകൂടെ ഉയരത്തിൽ കാണിച്ചു തരാം. അതുപോലെ കുറച്ച് അകലെ നിന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളെ ഇത്രയും ദൂരെ വരെ ഇതിൻ്റെ എനർജി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ മയിൽപ്പീലി വെച്ചാൽ ഏകദേശം ഒരു മുറിയിൽ 2-3 മയിൽപ്പീലി നിങ്ങൾ വെച്ചാൽ ആ മുറി പോസിറ്റീവ് ആകും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ മയിൽപ്പീലിയുടെ പവർ. ഇപ്പോൾ നിങ്ങളുടെ വീട് പോസിറ്റീവ് ആക്കാനുള്ള ഒരു അടിപൊളി ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് സാധാരണ ഇതിൽ ആരും പറയാത്തൊരു കാര്യമാണ് മയിൽപ്പീലി എന്ന് പറയുന്നത്. വളരെ ചിലവ് കുറഞ്ഞൊരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മുറിയിലെ നെഗറ്റിവിറ്റി എടുത്ത് കളയുക. അതിന് കല്ലുപ്പ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പലരും പറയുന്ന കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം പോസിറ്റീവ് ആകില്ല. പോസിറ്റീവ് ആണെങ്കിൽ അതിന് പിന്നാലെ മയിൽപ്പീലിയും കൂടെ വയ്ക്കണം. ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു മുറി, നിങ്ങൾ താമസിക്കുന്ന മുറിയിൽ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓറയാണത് ബാധിക്കുക. ഓറ എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് അടുത്ത വീഡിയോയിൽ പറയാം. ഓറയെ ബാധിച്ചാൽ ഉണ്ടാകുന്നത് വെച്ചാൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി കുറയും, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് കുറയും, രോഗങ്ങൾ നിങ്ങളെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും, മെൻ്റലി നിങ്ങൾ വീക്കാകും. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ തരത്തിലും പരാജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാധനമാണ് നെഗറ്റീവ് ഓറ എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടാകാനുള്ള മെയിൻ കാരണം വീടാണ്. അതുകൊണ്ടാണ് പലരും വാസ്തുവിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഞാനീ പറഞ്ഞ ടിപ്പ് എല്ലാവരും പ്രയോഗിക്കുക. കല്ലുപ്പ് വെച്ച് നെഗറ്റിവിറ്റി മാറ്റുക. വീണ്ടും എല്ലാ മുറിയിലും നിങ്ങൾ ഈ മയിൽപ്പീലി 2-3 എണ്ണം വയ്ക്കുക. പോസിറ്റീവ് ആകുക, സുഖമായി ഉറങ്ങുക, നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടാക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് മനസ്സിലായെങ്കിൽ, നമ്മൾ ഈ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ശരിക്കും ശാസ്ത്രീയമായി തെളിയിച്ച കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് പഴയ വിശ്വാസങ്ങളല്ല, ശാസ്ത്രീയമായി തെളിയിച്ച കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അതറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണിത്. അത് പരീക്ഷണം നടത്തുന്ന ചാനലാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.